ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. തീർച്ചയായിട്ടും ഇന്ന് ഈ സോഷ്യൽ മീഡിയയുടെ ഒരു കാലമാണ്. എന്ത് തന്നെ നടന്നാലും നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ എന്ത് പരിപാടി നടന്നാലും അതെല്ലാം ഒരു റീൽസാക്കി അല്ലെങ്കിൽ ഒരു വീഡിയോ ആക്കി അത് പൊതുജനങ്ങളെ ഒന്ന് കാണിച്ചിട്ട് അതുപോലെ തന്നെ അതിൽ നിന്ന് റീച്ചും കമൻറ്റും അതുപോലെ തന്നെ ഷെയറും എല്ലാം വാങ്ങിക്കൂട്ടിയാൽ മാത്രമേ നമുക്കൊരു സമാധാനമാവുകയുള്ളൂ. അത്തരത്തിൽപ്പെട്ട ഒരു കാലത്തിലൂടെയാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. പക്ഷേ ആഘോഷങ്ങളെല്ലാം വേണം. തീർച്ചയായിട്ടും ആഘോഷങ്ങൾക്കൊന്നും നമ്മൾ എതിരല്ല. പക്ഷേ ആഘോഷങ്ങൾ ഒരു കാരണവശാലും ഒരു പരിധി വിട്ട് പുറത്തേക്ക് പോകാൻ വേണ്ടി പാടില്ല. അത്തരം പരിധി വിടൽ അവസാനം ചെന്നെത്തുന്നത് വലിയ ഒരു സങ്കടത്തിലോ അതുപോലെ തന്നെ വലിയ ഒരു കൂട്ടക്കുരുതിയിലോ ഒക്കെ ആവാനുള്ള സാധ്യത കൂടുതലാണ്. അത്തരത്തിൽപ്പെട്ട ഒരു വീഡിയോ ആണ്. ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും അവസാനം വരെ കാണണം. കാരണം 3-4 സുഹൃത്തുക്കൾ കൂടിയിട്ട് അവരുടെ സുഹൃത്തിൻ്റെ തന്നെ ഒരു ബർത്ത്ഡേ ആഘോഷിക്കുന്നതാണ്. പത്തനംതിട്ടയിൽ നിന്നുള്ള ഒരു വീഡിയോ ആണ്. പക്ഷേ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് തീർച്ചയായിട്ടും ആ ബർത്ത്ഡേ ആഘോഷിക്കുന്ന ചെക്കനെയും അതുപോലെ തന്നെ കമ്പനിക്കാരെയും ചെയ്ത് കൂട്ടുന്ന കോപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അവരെല്ലാവരും ചേർന്നിട്ട് ഒരു പരിപാടി പ്ലാൻ ചെയ്യുകയാണ്. അവരുടെ സുഹൃത്തിൻ്റെ ബർത്ത്ഡേ ആഘോഷമാക്കണം, അതുപോലെ തന്നെ സുഹൃത്തിന് ഒരു സർപ്രൈസ് കൊടുക്കണം എന്നെല്ലാം ചിന്തിക്കുന്നു. പക്ഷേ അതിലൊന്നും യാതൊരു തെറ്റുമില്ല, നല്ല കാര്യമാണ്. കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇത്തരത്തിൽപ്പെട്ട പരിപാടികളെല്ലാം നമ്മൾ കാണാറുണ്ട്. അതുപോലെ തന്നെ അല്ലാത്ത സ്ഥലത്തും നമ്മൾ കാണാറുണ്ട്. തീർച്ചയായിട്ടും അവരെല്ലാം പ്ലാൻ ചെയ്യുന്നു. അവരങ്ങനെ ഒരു കേക്കെല്ലാം വാങ്ങിയിട്ട് അവരുടെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന ആളുടെ വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ എത്തി റൂമെല്ലാം അടച്ചു, വേറെ ആരുമില്ല, കുട്ടികൾ മാത്രമേ ഉള്ളൂ. അവർ ആഘോഷത്തിൻ്റെ പരിധി വിടുകയാണ്. ഒരു പരിധി കഴിഞ്ഞ സമയത്ത് തീർച്ചയായിട്ടും അവർ പച്ചമുട്ട വാരിയിട്ട് അവരുടെ തലക്കിട്ടടിക്കുന്നു, മുഖത്ത് തേക്കുന്നു. അതൊന്നും ഈ ബർത്ത്ഡേ ആഘോഷിക്കുന്ന വ്യക്തിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. ആ വീഡിയോയിലേക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ തന്നെ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അതിനുശേഷം മൈദപ്പൊടി വാരിയതിന് ശേഷം മുഖത്തും തലയിലും എല്ലാം തന്നെ തേക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. കണ്ണിലെല്ലാം പോകുന്നു. അതിനുശേഷം അദ്ദേഹത്തിന് വെറുപ്പ് പിടിക്കുകയാണ്. ഈ ആഘോഷങ്ങൾ പരിധി വിടുന്നതിനനുസരിച്ച് വെറുപ്പ് പിടിച്ചിട്ട് ഇതൊന്നും വേണ്ട, നിങ്ങൾ പോയിക്കൊള്ളൂ എന്ന് പറയുന്ന ഒരു കോലത്തിലേക്ക് ബർത്ത്ഡേ ചെക്കൻ മാറുകയാണ്. ആ സമയത്ത് അവർ തീർച്ചയായിട്ടും നിർത്തുന്നു. അതിനുശേഷം നല്ലോണം അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം പറഞ്ഞതിന് ശേഷം അവസാനം അവർ അത് ആഘോഷങ്ങൾ അവിടെ വെച്ച് നിർത്തിയതിന് ശേഷം ഇനി അവസാനം നമുക്ക് കേക്ക് മുറിച്ച് മധുരം പങ്കിട്ട് വീണ്ടും തീർച്ചയായിട്ടും ഈ ആഘോഷങ്ങൾ ഒന്നുകൂടി കൊഴുപ്പ് കൂട്ടാമെന്ന് അവർ 3-4 പേരും ചേർന്ന് തീരുമാനിക്കുകയാണ്. അത്തരത്തിൽപ്പെട്ട ആഘോഷങ്ങളിലേക്ക് അവർ കടക്കുകയാണ്. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആഘോഷങ്ങളെല്ലാം നല്ലതാണ്, അത് സന്തോഷത്തിന് വേണ്ടി ആവുകയും വേണം. അതിനുശേഷം അവർ മെഴുകുതിരി കത്തിക്കുന്നു, ക്യാൻഡിലിന് തീ കൊടുക്കുന്നു. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം കത്തിയുമായിട്ട് ആ ബർത്ത്ഡേ നടത്തുന്ന ബർത്ത്ഡേയുടെ ആൾ തീർച്ചയായിട്ടും ആ കേക്ക് മുറിക്കാൻ വേണ്ടി വരുന്ന രംഗമാണ് നിങ്ങൾ കാണുന്നത്. വളരെ സങ്കടം തോന്നിയ ഒരു നിമിഷമാണ്. ഞാൻ പറഞ്ഞതുപോലെ സ്നേഹം കൊണ്ട് വാരിപ്പൊതിഞ്ഞിട്ട് അവസാനം അവനെ കുരുതിക്ക് കൊടുക്കുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്കത് സഹിക്കാൻ വേണ്ടി സാധിക്കുകയില്ല. ആ കുടുംബത്തിൻ്റെ അത്താണിയാണ് ഈ ചെറുപ്പക്കാർ ചേർന്ന് ഇല്ലാതാക്കിയത്. നിങ്ങൾ നോക്കണം, അവസാനം ആ ഒരു കേക്ക് പൊട്ടിത്തെറിക്കുകയാണ്. കണ്ണിലും മൂക്കിലും അതുപോലെ തന്നെ എവിടെയെന്നില്ലാതെ എല്ലായിടത്തിലേക്കും തെറിക്കുന്ന ഒരു അപകടം പിടിച്ച ഒരു നിമിഷത്തിലേക്ക് ആ ആഘോഷങ്ങൾ വൈമാറുകയാണ്. ഇത്തരത്തിൽപ്പെട്ട ആഘോഷങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ ഒഴിവാക്കുന്നതാണ് നമുക്ക് എന്തുകൊണ്ടും അഭികാമ്യം. കാരണം ചില ആൾക്കാർ ഇപ്പോഴത്തെ കല്യാണമായാലും അതുപോലെ തന്നെ വീട് കൂടലായാലും പല ആഘോഷങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ആ ആഘോഷങ്ങൾക്ക് യാതൊരു പരിധിയും അവർ വെക്കുന്നില്ല. ചില ആഘോഷങ്ങളെല്ലാം തന്നെ അതിൻ്റെ അന്ത്യം എന്ന് പറയുന്നത് ഇത്തരത്തിൽപ്പെട്ട ഒരു സങ്കടത്തിൽ പോയി കലാശിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഒരുപാട് സങ്കടം നിറഞ്ഞ ഒരു അവസ്ഥയാണ്. കണ്ണിലും മൂക്കിലും അതുപോലെ തന്നെ തലയിലും എല്ലാം തന്നെ ആ കേക്ക് തെറിച്ചിട്ട് വലിയ അബോധാവസ്ഥയിൽ ആ ചെറുപ്പക്കാരൻ അവിടെ വീഴുന്നതും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇത്തരത്തിൽപ്പെട്ട അപകടങ്ങൾ വരുത്തി വെക്കുന്നത് നിങ്ങളുടെ നിസ്സാരമായ ഒരു ചെറിയ ശ്രദ്ധക്കുറവാണ്. നിങ്ങൾക്ക് നല്ല രീതിയിൽ ആഘോഷിക്കുന്നതിനോ അതുപോലെ തന്നെ പരിപാടി നടത്തുന്നതിനോ ആരും ഒരു എതിരല്ല. പക്ഷേ ഇത്തരത്തിൽപ്പെട്ട പരിപാടികൾ നടത്തി അത് വീഡിയോ ഷൂട്ട് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ഇടാൻ വേണ്ടിയിട്ടാണ് ഇവർ ചെയ്തത് എന്ന് നിങ്ങൾ ആദ്യം ആലോചിക്കണം. അവരുടെ ഉദ്ദേശം തന്നെ ഇത് റീലാക്കുക, അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഇത് പോസ്റ്റ് ചെയ്യുക, ഒരുപാട് ഷെയറും റീച്ചും കമൻറ്റും എല്ലാം വാങ്ങിയെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അവർ ഈ കേക്കും എല്ലാം കൊണ്ട് അവിടെ വന്നതും ഈ കേക്ക് മുറിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചതും. അത് പൊട്ടിത്തെറിക്കുന്ന എന്തോ അതിൽ ഫിറ്റ് ചെയ്തതിന് ശേഷമാണ് ഇവർ ആ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. പക്ഷേ അത്യന്തികമായിട്ട് വലിയ ഒരു ദുരന്തത്തിലേക്ക് തന്നെ അത് വഴിവെക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചു. വലിയ ഒരു തെറ്റ് തന്നെയാണ് ഇവർ ചെയ്തത്. ഇത്തരത്തിൽപ്പെട്ട ഒരു കാര്യത്തിലേക്ക് നമ്മുടെ കുട്ടികൾ ആരും തന്നെ കടക്കാൻ വേണ്ടി പാടില്ല. ആഘോഷങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ ഒരു പരിധിയിൽ തീർച്ചയായിട്ടും നിന്നുകൊണ്ട് ആഘോഷിക്കുക. അല്ലാത്തിടത്തോളം കാലം നമുക്ക് ഒരു പരീക്ഷണം തന്നെയായിരിക്കും ജീവിതം അവസാനത്തേക്ക് കരുതി വെച്ചിരിക്കുക. ആ ഒരു സങ്കടത്തിലേക്ക് ചെന്നെത്താതിരിക്കാൻ നമ്മുടെ സുഹൃത്തുക്കളെല്ലാവരും ശ്രമിക്കണം. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികളൊക്കെ കാണട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഇത്തരത്തിൽപ്പെട്ട വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്.
ഇതോടൊപ്പം തന്നെ കൂട്ടി വായിക്കാൻ പറ്റുന്ന മറ്റൊരു വീഡിയോ കൂടി ഞാൻ ഇതിനൊപ്പം ചേർക്കുകയാണ്. കാരണം ഒരു സഹോദരി വൈറലാവാൻ വേണ്ടിയിട്ട് ഫോണെല്ലാം ഓണാക്കി വെച്ചതിന് ശേഷം വലിയ ഒരു കിടങ്ങ് പോലത്തെ സ്ഥലത്തേക്ക് അങ്ങോട്ട് കിടന്ന് ഊരുകയാണ്. അതിനുശേഷം മലന്നടിച്ച് വീഴുന്ന ഒരു രംഗം. തീർച്ചയായിട്ടും ആ പോകുന്ന വഴിയിൽ എന്തെങ്കിലും ഒരു കമ്പി കഷ്ണമോ അല്ലെങ്കിൽ ഒരു മരക്കഷ്ണമോ എന്തെങ്കിലും ഉണ്ട് എങ്കിൽ എന്തായിരിക്കും ആ സഹോദരിയുടെ ഒരു അവസ്ഥ എന്ന് ചിന്തിക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല. നിങ്ങളെ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ഇതൊക്കെ എന്ത് ഉമ്മ കാണിക്കാനോ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല. സുഗതന്റെ പുതിയ ജീവിതമാണ്. കാരണം ഇത്രയും വൈറലാവാൻ വേണ്ടിയിട്ട് വീട്ടമ്മമാർ പോലും മത്സരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്ത് ചെയ്താലും ഞാൻ പറഞ്ഞതുപോലെ വേണ്ടിയില്ല, എങ്ങനെയായാലും വേണ്ടിയില്ല, എനിക്ക് സോഷ്യൽ മീഡിയയിൽ ഒന്ന് വൈറലാവണം, അതിനെന്ത് ചെയ്യാനും ഞാൻ റെഡിയാണ് എന്ന് പറയുന്ന ഇത്തരം ആൾക്കാർ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒക്കെ ഒന്ന് കാണുക. ഞാൻ പറഞ്ഞതുപോലെ നിസ്സാരമായ ചെറിയൊരു ശ്രദ്ധക്കുറവ് കൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവൻ വരെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ ആ ജീവൻ പോയതിനു ശേഷമായിരിക്കും നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവാൻ വേണ്ടി പോകുന്നത്. ദയവ് ചെയ്ത് ഇത്തരത്തിൽപ്പെട്ട അബദ്ധങ്ങളിലൊന്നും ആരും ചെന്ന് ചേടാതിരിക്കുക. ഈ വീഡിയോ ഒക്കെ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോ ആയി വരുന്നവരെ നന്ദി, നമസ്കാരം.